ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു സ്റ്റുഡൻസ് ഗൈഡ്. അധ്യായം 9, രാഷ്ട്രവും രാഷ്ട്രതന്ത്രശാസ്ത്രവും. ഈ അധ്യായത്തിലൂടെ നമുക്ക് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പഠിക്കാം. ഇത് ഞങ്ങളുടെ രണ്ടാം ജന്മമാണ്. ജീവനോടെ നാട്ടിലേക്ക് തിരിച്ചു വരാൻ കഴിയുമെന്ന് യാതൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. ഞങ്ങളെ മോചിപ്പിക്കുന്നതിനായി പ്രവർത്തിച്ച ഇന്ത്യ ഗവൺമെൻറ്റിനോടും മറ്റെല്ലാവരോടും ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്ത്യൻ പൗരനായതിനാൽ അഭിമാനം തോന്നുന്ന നിമിഷമാണിത്. സിറിയയിലെ ആഭ്യന്തര കലാപത്തിൽപ്പെട്ട് നാട്ടിലേക്ക് തിരിച്ചു വരാൻ കഴിയാതിരുന്ന ഇന്ത്യൻ നഴ്സുമാരെ സർക്കാർ തിരികെ എത്തിച്ചപ്പോഴുള്ള അവരുടെ പ്രതികരണമാണ് നമ്മൾ ഇപ്പോൾ പരിചയപ്പെട്ടത്. ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാനും ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാനും പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഫലപ്രദമായി പ്രവർത്തിക്കാനും കഴിയുന്ന ഏക സ്ഥാപനം രാഷ്ട്രം മാത്രമാണ്. അതിനാൽ നാം രൂപീകരിച്ചിട്ടുള്ള സാമൂഹിക രാഷ്ട്രീയ സ്ഥാപനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് രാഷ്ട്രം. സാർവത്രികവും ശക്തവും ഒഴിച്ചുകൂടാൻ സാധിക്കാത്തതുമായ ഒരു സ്ഥാപനമാണ് രാഷ്ട്രം. മനുഷ്യൻ സ്ഥിരവാസം ആരംഭിച്ചതിനെ തുടർന്നാണ് രാഷ്ട്രം രൂപീകൃതമായത്. വ്യത്യസ്ത രൂപത്തിലും ഘടനയിലുമായിരുന്നു എങ്കിലും രാഷ്ട്രം എല്ലാ കാലത്തും നിലനിന്നിരുന്നതായി ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. രാഷ്ട്രം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് പാശ്ചാത്യ ചിന്തകനായ നിക്കോളോ മാക്കിയവെല്ലിയാണ്. ഇയാളാണ് നിക്കോളോ മാക്കിയവെല്ലി. എന്താണ് രാഷ്ട്രം? ഒരു നിശ്ചിത ഭൂപ്രദേശത്ത് ജനങ്ങൾ അധിവസിക്കുന്നതും പരമാധികാരമുള്ള ഗവൺമെൻറ്റോട് കൂടിയതുമായ ഒരു ജനതയാണ് രാഷ്ട്രം. ഒരു രാഷ്ട്രത്തിനുണ്ടായിരിക്കേണ്ട അടിസ്ഥാന ഘടകങ്ങൾ എന്തെല്ലാമായിരിക്കും? ജനങ്ങൾ, ഗവൺമെൻറ്, അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയവയെല്ലാം വേണം. ഇനി എന്താണ് ജനങ്ങൾ അഥവാ പോപ്പുലേഷൻ എന്ന് നോക്കാം. രാഷ്ട്ര രൂപീകരണത്തിന് അനിവാര്യമായ ഒരു ഘടകമാണ് ജനങ്ങൾ. പരസ്പര ധാരണ, പരസ്പരാശ്രയത്വം, പൊതുതാൽപര്യം എന്നിവയെ അടിസ്ഥാനമാക്കി ജനങ്ങൾ ഒത്തൊരുമയോടെ പ്രവർത്തിക്കേണ്ടത് രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. ജനങ്ങളില്ലാതെ രാഷ്ട്രമില്ല. എന്നാൽ ഒരു രാജ്യത്ത് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ ജനസംഖ്യ എത്രയെന്നോ പരമാവധി എത്ര ജനങ്ങൾ ഉണ്ടാകണമെന്നോ നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. അമിതമായ ജനസംഖ്യയും കുറഞ്ഞ ജനസംഖ്യയും രാഷ്ട്രത്തിന് ഗുണകരമല്ല. ഇത് രാഷ്ട്രത്തിൻ്റെ വികസനത്തെ പ്രതികൂലമായി ബാധിക്കും. ജനസംഖ്യ കുറവായ കാനഡ കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. മനുഷ്യവിഭവശേഷിയുള്ള ലഭ്യതക്കുറവാണ് ഇതിന് കാരണം. എന്നാൽ അമിത ജനസംഖ്യ തൊഴിലില്ലായ്മയ്ക്കും ദാരിദ്ര്യത്തിനും കാരണമാകുന്നു. ഒരു രാജ്യത്തെ ജനങ്ങൾ ഒരു വിഭാഗത്തിൽപ്പെട്ടവരോ ഒരേ ഭാഷയോ സംസ്കാരമോ ഉള്ളവരോ ആവണമെന്നില്ല. എന്നാൽ പൊതുവായ ദേശീയതയെ അടിസ്ഥാനമാക്കി ഒത്തൊരുമയോടെ ജീവിക്കുന്നവരായിരിക്കണം. ദേശീയത എന്താണെന്നും അത് ഏതു രീതിയിൽ രാഷ്ട്രത്തെ സ്വാധീനിക്കുന്നു എന്നും നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഈ ഭൂപടം നോക്കൂ. ഇന്ത്യയുടെ ഭൂപ്രദേശം, അതിർത്തികൾ എന്നിവയെക്കുറിച്ചുള്ള പരാമർശങ്ങളാണ് ഭൂപടത്തിനൊപ്പം നൽകിയിരിക്കുന്നത്. രാഷ്ട്ര രൂപീകരണത്തിന് അനിവാര്യമായ ഒരു ഘടകമാണ് ഭൂപ്രദേശം. കൃത്യമായ അതിർത്തികളോടുകൂടിയ ഒരു ഭൂപ്രദേശം രാഷ്ട്രത്തിനുണ്ടാവണം. ജനങ്ങൾ നിശ്ചിത ഭൂപ്രദേശത്ത് സ്ഥിരതാമസമാക്കുമ്പോഴാണ് രാഷ്ട്രം രൂപീകരിക്കപ്പെടുക. ഭൂപ്രദേശ മേഖലയിൽ രാഷ്ട്രത്തിന് പൂർണ്ണമായ നിയന്ത്രണം ഉണ്ടായിരിക്കണം. ഭൂപ്രദേശം എന്നാൽ കരയും ജലമേഖലയും വായുമേഖലയും തീരപ്രദേശവും ചേർന്നതാണ്. അറ്റ്ലസിൻ്റെ സഹായത്തോടെ ഈ ചിത്രീകരണം നിരീക്ഷിക്കൂ. വലുപ്പം കൂടിയ റഷ്യ, കാനഡ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളും വലുപ്പം കുറഞ്ഞ സാൻ മരീനോ, വത്തിക്കാൻ സിറ്റി തുടങ്ങിയ രാഷ്ട്രങ്ങളും നമുക്ക് കാണാൻ കഴിയും. ഭൂപ്രദേശ വലുപ്പം രാഷ്ട്ര രൂപീകരണത്തെ ബാധിക്കുന്നില്ല. അതിർത്തികളോടുകൂടിയ ഭൂപ്രദേശം ഉണ്ടായാൽ മതി. എന്താണ് ടെറിട്ടോറിയൽ വാട്ടേഴ്സ്? സമുദ്ര സാമീപ്യമുള്ള രാഷ്ട്രങ്ങളുടെ തീരപ്രദേശത്ത് നിന്ന് 12 നോട്ടിക്കൽ മൈൽ അഥവാ 22 കിലോമീറ്റർ കടലും ഭൂപ്രദേശത്തിൻ്റെ ഭാഗമായി കണക്കാക്കും. ഈ മേഖലയാണ് ടെറിട്ടോറിയൽ വാട്ടേഴ്സ് എന്നറിയപ്പെടുന്നത്. അനുമതിയില്ലാതെ ഈ മേഖലയിൽ പ്രവേശിക്കുന്ന മറ്റ് രാജ്യങ്ങളിലെ കപ്പലുകളും ബോട്ടുകളും തീരദേശ സേന പിടിച്ചെടുക്കാറുണ്ട്. ഇനി എന്താണ് ഗവൺമെൻറ് എന്ന് നോക്കാം. രാഷ്ട്രത്തിന് ആവശ്യമായ ഘടകമാണ് ഗവൺമെൻറ്. രാഷ്ട്രത്തിനു വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കുകയും നടപ്പാക്കുകയും നീതി ഉറപ്പാക്കുകയും ചെയ്യുന്നത് ഗവൺമെൻറ്റാണ്. ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതും വിവിധ സേവനങ്ങൾ ലഭ്യമാക്കുന്നതും ഗവൺമെൻറ്റാണ്. രാഷ്ട്രത്തിനു വേണ്ടി ഗവൺമെൻറ്റുകൾ നിർവഹിക്കുന്ന കുറച്ച് ചുമതലകളുണ്ട്. അവ പരിചയപ്പെടാം. 1. ക്രമസമാധാനം ഉറപ്പുവരുത്തുക. 2. തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക. 3. വികസന പദ്ധതികൾ നടപ്പാക്കുക.
അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക, ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക തുടങ്ങിയവയെല്ലാം ഗവൺമെന്റിന്റെ ചുമതലകളാണ്. ഗവൺമെന്റുകൾ നിർവഹിക്കുന്ന ഇത്തരം ചുമതലകളിലൂടെയാണ് രാഷ്ട്രം ജനങ്ങളിലേക്ക് എത്തുന്നത്. വിവിധ രാജ്യങ്ങളിൽ വ്യത്യസ്ത തരം ഗവൺമെന്റുകളാണ് നിലനിൽക്കുന്നത്. രാജഭരണം, സൈനിക ഭരണം, ജനാധിപത്യ ഭരണം എന്നിങ്ങനെ വിവിധ തരം ഗവൺമെന്റുകളുണ്ട്. ഏതു തരം ഗവൺമെന്റായാലും എല്ലാ രാഷ്ട്രങ്ങളിലും ഗവൺമെന്റ് ഉണ്ടാവണം. ഗവൺമെന്റുകൾ കാലാനുസൃതമായ മാറ്റങ്ങൾക്ക് വിധേയമാണ്. എന്നാൽ രാഷ്ട്രം സ്ഥിരമാണ്. കേരളം ഒരു രാഷ്ട്രമല്ല. കൃത്യമായ ഭൂപ്രദേശവും ജനങ്ങളും ഗവൺമെന്റും കേരളത്തിനുണ്ട്. എന്നാൽ ആഭ്യന്തരവും വൈദേശികവുമായ എല്ലാ വിഷയങ്ങളിലും തീരുമാനമെടുക്കാനുള്ള അധികാരം ഇല്ല. അതുകൊണ്ടുതന്നെ കേരളത്തെ രാഷ്ട്രമായി കണക്കാക്കാൻ കഴിയില്ല. എന്നാൽ ഇന്ത്യ ഒരു രാഷ്ട്രമാണ്. ഇന്ത്യക്ക് ആഭ്യന്തരവും വൈദേശികവുമായ എല്ലാ വിഷയങ്ങളിലും തീരുമാനമെടുക്കാനുള്ള അധികാരം ഉണ്ട്. ഇനി എന്താണ് പരമാധികാരം അഥവാ സോവറിറ്റി എന്ന് പഠിക്കാം. ബാഹ്യ നിയന്ത്രണമില്ലാതെ ആഭ്യന്തര വിഷയങ്ങളിൽ തീരുമാനമെടുക്കാനും അധികാരം പരമാധികാരം എന്നറിയപ്പെടുന്നു. രാഷ്ട്രത്തെ മറ്റു സ്ഥാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് പരമാധികാരമാണ്. ജനങ്ങളും ഭൂപ്രദേശവും ഗവൺമെന്റും ഉണ്ടായാലും രാഷ്ട്രം രൂപീകരിക്കപ്പെടുകയില്ല. പരമാധികാരം ഉണ്ടെങ്കിൽ മാത്രമേ രാഷ്ട്രം നിലവിൽ വരികയുള്ളൂ. രാഷ്ട്രത്തിന്റെ സമ്പൂർണ്ണവും അപരിമിതവും അവിഭാജ്യവുമായ അധികാരമാണത്. പരമാധികാരം വിഭജിക്കപ്പെട്ടാൽ പുതിയ രാഷ്ട്രം രൂപീകരിക്കപ്പെടും. പരമാധികാരത്തിന് പ്രധാനമായും രണ്ട് തലങ്ങളുണ്ട്. ഒന്ന് ആഭ്യന്തരതലം, രണ്ട് ബാഹ്യതലം. ആഭ്യന്തരതലം എന്നാൽ ഭൂപ്രദേശ പരിധിക്കുള്ളിൽ എല്ലാ വിഷയങ്ങളിലും തീരുമാനമെടുക്കാനുള്ള. എന്നാൽ ബാഹ്യതലം എന്നാൽ അന്തർദേശീയ വിഷയങ്ങളിൽ സ്വന്തമായി തീരുമാനമെടുക്കാനുള്ള അധികാരമാണ്. ഇനി നമുക്ക് ദക്ഷിണ സുഡാനെ പരിചയപ്പെടാം. സുഡാൻ വിഭജിച്ച് 2011 രൂപീകൃതമായ രാഷ്ട്രമാണ് ദക്ഷിണ സുഡാൻ. ഒരു രാഷ്ട്രത്തിന്റെ പരമാധികാര വിഭജനം പുതിയ രാഷ്ട്ര രൂപീകരണത്തിലേക്ക് നയിക്കുമെന്നതിന് ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഐക്യരാഷ്ട്രസഭയിലെ 193ാമത് അംഗരാജ്യമായ ദക്ഷിണ സുഡാൻ. നമുക്ക് രാഷ്ട്രത്തിന്റെ ചുമതലകളെല്ലാം അടുത്ത ക്ലാസ്സിൽ പരിചയപ്പെടാം. അതുവരേക്കും ബൈ.